ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റുകളെ കുറിച്ചിട്ടാണ്. കാറ്റുകൾ ഭൗമോപരിതലത്തിലുള്ള അന്തരീക്ഷ വായുവിന് തിരശ്ചീന ചലനമാണ് എന്ത്? കാറ്റ്. ഭൗമോപരിതലത്തിലുള്ള അന്തരീക്ഷ വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് എന്ത്? കാറ്റ് എന്നറിയപ്പെടുന്നത്. മർദ്ദം കൂടിയ മേഖലയിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലകളിലേക്കാണ് എന്ത്? കാറ്റിൻ്റെ പ്രവാഹം. എന്താണ്? മർദ്ദം കൂടിയ മേഖലകളിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലകളിലേക്കാണ് എന്ത്? കാറ്റിൻ്റെ പ്രവാഹം. എന്താണ് കാറ്റ്? ഭൗമോപരിതലത്തിലുള്ള അന്തരീക്ഷ വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് എന്ത്? കാറ്റ്. മർദ്ദം കൂടിയ മേഖലകളിൽ നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത്? കാറ്റിൻ്റെ പ്രവാഹം. കാറ്റിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്? അനിമോളജി. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം എന്താണ്? ബുഫഡ് സ്കെയിൽ. എന്താണ്? ബുഫഡ് സ്കെയിൽ. കാറ്റിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം ബുഫഡ് സ്കെയിൽ. കാറ്റിൻ്റെ ദിശയുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്? ഫെറൽ നിയമം. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ബലം കോറിയാസിസ് ബലം. എന്താണ്? കോറിയാലിസ് ബലം. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ബലം എന്താണ്? കോറിയാലിസ് ബലം. ഒരേ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളെ എന്താണ് പറയുന്നത്? ഐസോടോപ്പുകൾ. എന്താണ്? ഐസോടോപ്പുകൾ. അപ്പോൾ എന്താണ്? കാറ്റിൻ്റെ പഠനം എന്താണ്? അനിമോളജി. കാറ്റിൻ്റെ വേഗതയെക്കുറിച്ച് അളക്കുന്നത് അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ബലം എന്താണ്? കോറിയാലിസ് ബലം. കാറ്റുകളെ അപേക്ഷിച്ച് ചെറിയ പ്രദേശം മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകൾ അറിയപ്പെടുന്ന എന്താണ്? പ്രാദേശിക വാതകങ്ങൾ. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതനിരയിൽ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് എന്താണ്? ചിനുക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റിനെ പറയുന്നത് എന്താണ്? ചിനുക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വേദന ചിനുക്ക്. ആൽപ്സ് പർവ്വതനിരയിലൂടെ കടന്നു പോകുന്നത് എന്താണ്? ചിനുക്ക്. എന്താണ്? ഭൗമോപരിതലത്തിലുള്ള അന്തരീക്ഷ വായുവിന് തിരശ്ചീനമായ ചലനമാണ് എന്ത്? കാറ്റ് എന്നറിയപ്പെടുന്നത്. മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കുള്ള മുകളിലേക്കുള്ള കാറ്റിൻ്റെ പ്രവാഹത്തെയാണ് എന്ത്? കാറ്റിൻ്റെ പ്രവാഹം ഉണ്ടാകുക. ദക്ഷിണാർദ്ധഗോളത്തിൽ 45 ഡിഗ്രിക്കും 55 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന കാറ്റുകളാണ് എന്ത്? ആർത്തുലയ്ക്കുന്ന അമ്പതുകൾ. എന്താ? ഫ്യൂരിയസ് ഫിറ്റ്ലെസ്. ദക്ഷിണാർദ്ധത്തിൽ 55 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന കാറ്റുകൾ എന്താണ്? അലമുറയിടുന്ന അറുപതുകൾ. എന്താണ്? 55നും 65നും ഇടയിൽ അലമുറയിടുന്ന അറുപതുകൾ. 45നും 55നും ഇടയിൽ എന്താണ്? അമ്പതുകൾ. ആർത്തുലയ്ക്കുന്ന അമ്പതുകൾ. മൺസൂൺ കാറ്റിൻ്റെ ഗതി കണ്ടെത്തിയ നാവികൻ ആരാണ്? ഹിപ്പാലസ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. PSC PVIക്കാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇടവപ്പാതി. ഇമ്പോർട്ടൻ്റ് ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റൊരു പേര് ഇടവപ്പാതി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാൽ ജൂൺ മുതൽ സ്കൂൾ തുറക്കുന്ന മുതൽ സെപ്റ്റംബർ വരെ. സ്കൂൾ തുറക്കുന്നത് ആലോചിച്ച് നോക്കുക. എന്താണ്? ഇടവപ്പാതി എന്നാണ്. സ്കൂൾ തുറക്കുന്ന മഴയാണ് എന്ത്? ഇടവപ്പാതി. വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേരെന്താണ്? തുലാവർഷം. തുലാവർഷം എന്നാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെ. എന്നാണ്? തുലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെ. വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേര് തുലാവർഷം. തുലാവർഷം എന്നാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെ. ഇടവപ്പാതി എന്നാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷം എന്നാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് എവിടെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. വടക്കൻ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ചൂടുകാറ്റ് എന്താണ്? ചിനുക്ക്. വടക്കൻ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റ് എന്താണ്? ചൂടുകാറ്റാണ്. ചിനുക്ക്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത് ചിനുക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിനുക്ക്. തണുത്ത മഴയ്ക്ക് കാരണമാകുന്ന കാറ്റ് ഏതാണ്? ചിനുക്ക്. മഞ്ഞുതീനി, ചിനുക്ക്. പിന്നെന്താണ്? വടക്കൻ അമേരിക്കയുടെ റോക്കി പർവ്വതങ്ങളുടെ ഇടയിലൂടെ വീശുന്ന കാറ്റ് ഏതാണ്? ചിനുക്ക്. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കൻ ചരിവുകളിലൂടെ വീശുന്ന കാറ്റ് ഫാൻ. എന്താണ്? ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ ഇതിലൂടെ വീശുന്ന കാറ്റ് ഫാൻ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനുക്ക്. വടക്കൻ അമേരിക്കയുടെ മുകളിലൂടെ വീശുന്ന കാറ്റ് ഏതാണ്? മഞ്ഞുതീനി. ഏതാണ്? ചിനുക്ക്. ഭൗമോപരിതലത്തിന് തൊട്ടുമുകളിലുള്ള നിശ്ചലമായ വായു കാണപ്പെടുന്ന മേഖല ഏതാണ്? സോൺ ഓഫ് ഡസ് എയർ. സോൺ ഓഫ് ഡസ് എയർ. കാറ്റിൻ്റെ വേഗത ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. ചെളി തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത് മിസ്ട്രൽ. ചെളി തിന്നുന്നവൻ ആരാണ്? മിസ്ട്രൽ. മഞ്ഞുതീനി ആരാണ്? ചിനുക്ക്. ചെളി തിന്നുന്നവൻ മിസ്ട്രൽ. സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് ഏതാണ്? മിസ്ട്രൽ. സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് ഏത്? മിസ്ട്രൽ. ആൽപ്സ് പർവ്വതനിരയുടെ
ഹേമന്തകാലത്ത് വീശുന്ന തണുത്ത കാറ്റ് എന്താണ്? മിസ്ട്രൽ. ആൽപ്പ് പർവ്വതനിരയുടെ ഹേമന്തകാലത്ത് വീശുന്ന കാറ്റാണ് എന്ത്? മിസ്ട്രൽ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനുക്ക്. ഭൗമോപരിതലത്തിലെ വായു വ്യത്യസ്തമായ രീതിയിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത്? കാറ്റുണ്ടാകുന്നത്. സാന്ദ്രതയേറിയ ചൂടുവായു മുകളിലേക്ക് പോകുന്നു. ബീഹാറിൽ, പശ്ചിമ ബംഗാൾ, ആസാം എന്നീ സ്ഥലങ്ങളിൽ വേനൽക്കാലത്തെ ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റാണ് എന്ത്? നോർവെസ്റ്റർ അഥവാ കാൽവൈശാഖി. എന്താണ് നോർവെസ്റ്റർ അഥവാ കാൽവൈശാഖി? എന്താണ് നോർവെസ്റ്റർ കാൽവൈശാഖി? ഇനി പർവ്വതക്കാറ്റ്. പർവ്വതക്കാറ്റ് പറഞ്ഞാൽ എന്താണ്? കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന പർവ്വതക്കാറ്റ് എന്താണ്? പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. എന്താണ് പർവ്വതക്കാറ്റ്? ഉയർന്ന പർവ്വത മേഖലകളിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണിവ. എന്താണ് പർവ്വതക്കാറ്റ്? ഉയർന്ന സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പർവ്വത മേഖലകളിൽ കാണപ്പെടുന്ന കാറ്റാണ് എന്ത്? പർവ്വതക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വതങ്ങളിൽ നിന്നും താഴേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? പർവ്വതക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വതനിരകളിൽ നിന്നും താഴേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? പർവ്വതക്കാറ്റ്. PYക്കാണ്, PSC ക്വസ്റ്റ്യൻ ആണ്. രാത്രികാലങ്ങളിൽ പർവ്വതങ്ങളിൽ നിന്നും താഴേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? പർവ്വതക്കാറ്റ്. കരക്കാറ്റ് എന്താണ്? കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? കരക്കാറ്റ്. കടൽക്കാറ്റ് എന്താണ്? കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? കടൽക്കാറ്റ്. എന്താണ് പർവ്വതക്കാറ്റ്? രാത്രികാലങ്ങളിൽ പർവ്വതങ്ങളിൽ നിന്നും താഴേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരാണ് എന്ത്? പർവ്വതക്കാറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാറ്റിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? അനിമോളജി. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം എന്ത്? അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ബലം എന്താണ്?